അയ്യോ എനിക്ക് പ്രായമാകണ്ടോ. I like it. Let's go guys. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുവാണ്. ചെറിയൊരു ട്രിപ്പ് ഗായ്സ്, ജസ്റ്റ് വാഗമൺ വരെ പോകുവാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വാഗമണ്ണ് പോകുന്നത്. നമ്മൾ 3 പേരാട്ടോ പോകുന്നത്. ഞാനുണ്ട്, അമ്മച്ചിയുണ്ട്, പിന്നെ അമ്മച്ചിയുടെ ചേച്ചിയുണ്ട്. അപ്പനില്ല ഗൈസ്, അപ്പന് തിരുവനന്തപുരത്ത് എന്തോ പാർട്ടി പരിപാടി, അപ്പം അങ്ങനെ പോയി. ഇപ്പം ഞാൻ ഇന്നലെ അമ്മച്ചിനെ വിളിച്ചു പറഞ്ഞു. ഇന്നലെയാണ് എല്ലാം കൺഫേം ആകണത്. അപ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞ് നമുക്കിങ്ങനെ വാഗമണ്ണ് പോകാം, മോളിലെ അമ്മച്ചിയോട് ചോദിച്ചേക്ക് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ഒരു കിറ്റ് നിറയെ കുറേ കുപ്പി വെള്ളവും കുറേ സ്നാക്സ് എല്ലാം എടുത്ത് വെച്ചിരിക്കണം, പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ഇതേമൊരു വാഗമണ്ണ് പോകാനാണ് ഇത്രയും വെള്ളവും കുപ്പിയും സ്നാക്സ് എന്ന് വെച്ചപ്പോഴേക്കാ പറയാം അത് അപ്പം പാക്ക് ചെയ്ത് വെച്ചതാ, അപ്പൻ തിരുവനന്തപുരത്ത് പോവാണെന്ന്. പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ കാണാനില്ല. അപ്പം 4:30 എഴുന്നേറ്റ്, 4 മണിയായപ്പോൾ എഴുന്നേറ്റ് 5 മണിയായപ്പോൾ പോയി. സോ അപ്പനില്ല ഗൈസ് ട്രിപ്പിന്. ഇപ്പോൾ ഞങ്ങൾ 3:30 പോണത്, ഞാനും അമ്മച്ചി മോളല്ലേ അമ്മച്ചിയും കൂടി. എനിക്ക് 4 വീലറിൻ്റെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും കാർ ഓടിക്കാൻ അറിയാത്തത് കൊണ്ടും നമ്മൾ ബസ്സിനാണ് ഇന്ന് പോകുന്നത്. സോ ഐ എം എക്സൈറ്റഡ്. ട്രിപ്പ് എത്ര വലുതായാലും ചെറുതായാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഞാൻ പോകുന്ന പ്രോപ്പർട്ടി എയർബിആൻബിയിൽ നോക്കി അതിനകത്ത് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ചെറിയൊരു വ്യൂ ഒക്കെ വേണമെന്നുണ്ടായിരുന്നു വാഗമൺ പോകുമ്പോഴേക്കും. അപ്പോൾ എയർബിആൻബിയിൽ നോക്കി ഒരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് ആ പ്രോപ്പർട്ടി സെർച്ച് ചെയ്തെടുത്ത്, അപ്പോൾ ആളെ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴേക്കും അത്ര റേറ്റ് ആകണില്ല, 1500 അത്രേ വരുന്നുള്ളൂ. സോ ഗൈസ്, ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനും അമ്മച്ചിയും കൂടി ഇവിടുന്ന് ബസ്സിന് വൈക്കത്ത് പോയി ഇറങ്ങും. വൈക്കത്തു നിന്ന് പാലാ ബസ് കയറും. അപ്പോൾ തലയിളപ്പറമ്പ് വഴി പോകുന്ന ബസ്സാണെങ്കിൽ മോളിലെ അമ്മച്ചി തലയിളപ്പറമ്പിൽ നിന്ന് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആസ് ഓഫ് നൗ. സോ ഗായ്സ്, നമുക്ക് പോവാം, ഇറങ്ങാം. അധികം ലേറ്റ് ആകാനില്ല, എന്തായാലും ഇറങ്ങാൻ പോവാണ്. ബൈ ഹെയർ കട്ട് കൊള്ളാമല്ലേ ഗൈസ്? ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇറങ്ങാം. എൻ്റെ ബർത്ത്ഡേക്ക് എന്താ പറയുക, എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടി. ഭയങ്കര ഏർലി ആയിപ്പോയി. 13-ാം തീയതി ഗിഫ്റ്റ് കിട്ടി. അതൊന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒന്ന് ബൊക്കെയാണ് ഗൈസ്. എനിക്ക് ഈ ബൊക്കെ ഗിഫ്റ്റ് കിട്ടി. കൂടാണ്ട് ഈ ബൊക്കയുടെ ഏറ്റവും എൻഡിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ വിൽ ഷോ യു. ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം വിചാരിച്ചിരുന്നൊരു സംഭവമാണ് മൈക്ക്. ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത് someone who is close to my heart. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. താങ്ക് യു. ലെറ്റ്സ് ഗോ ഗായ്സ്. ഹായ്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ ചേർത്തലയ്ക്ക് ബസ് കയറും. ചേർത്തലയ്ക്ക് നമ്മൾ ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറി നമ്മൾ തവണക്കടവ് പോയി ഇറങ്ങും. പിന്നെ തവണക്കടവ് നിന്ന് ബോട്ട് കയറി നമ്മൾ നേരെ വൈക്കത്ത് ചെല്ലും. വൈക്കത്ത് നിന്ന് അടുത്ത ബസ്, വൈക്കത്ത് നിന്ന് നമ്മൾ നേരെ പാലാ ബസ് കയറിയിട്ട് തലയിളപ്പറമ്പ് സ്റ്റോപ്പിൽ നിന്ന് മോളിലെ വെച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അവിടെ നിന്നൊരു നീണ്ട യാത്ര പാലായിലേക്ക്. പാലയിൽ നിന്ന് ഡയറക്റ്റ് വാഗമൺ ബസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കയറും, ഇല്ലെങ്കിൽ പാലയിൽ നിന്ന് ഈരാറ്റുപേട്ട പോകും ബസ്സിന്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വാഗമൺ ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി ഈരാറ്റുപേട്ട എത്തുന്നത് വരെ എല്ലാം നല്ല ഫ്ലോയിൽ പോയി. ഈരാറ്റുപേട്ട എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഡിലേ വന്നു അവിടെ നിന്ന് ബസ് കിട്ടാൻ. 1 മണിക്കൂർ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ബസ് കിട്ടിയത്. ബിക്കോസ് ശബരിമലയിൽ മകരവിളക്ക് കാരണം ബസ് ശരിക്കും കുറവായിരുന്നു. അങ്ങനെ ഒരു വാഗമൺ ബസ് വന്ന് ഞങ്ങൾ അതിൽ കയറി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക്
ഒട്ടും ഇഷ്ടമില്ലാത്ത ടൈപ്പ് ഓഫ് KSRTC ബസ് ഉണ്ട്. പക്ഷേ വെയിൽ നല്ല രീതിക്ക് നമുക്ക് അടിക്കും. ഷട്ടറൊന്നും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്ലാസിൻ്റെ ഡോർ വന്നിട്ടുള്ളത്. അങ്ങനത്തെ ബസ്സായിരുന്നു. അതുകൊണ്ട് വെയിൽ മൊത്തം കൊണ്ടു. വാഗമൺ വരെ വെയിലും കൊണ്ടിട്ടാണ് പോകുന്നത്. വാഗമൺ പോകുന്ന വഴിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ വ്യൂ ഇല്ലാത്ത സൈഡിലാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2 മണി ആയപ്പോഴേക്കും വാഗമൺ എത്തി. നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു. അവിടെ നിന്ന് ഓട്ടോയ്ക്ക് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ചെന്ന്, നമ്മുടെ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ പ്രോപ്പർട്ടി, കുറച്ച്. അപ്പോൾ ഓട്ടോ വിളിച്ച് നമ്മൾ പ്രോപ്പർട്ടി 2:15 ആയപ്പോഴേക്കും നമ്മൾ പ്രോപ്പർട്ടി എത്തി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വാഗമൺ എത്തി. നല്ല ടയേർഡായിട്ടുണ്ട്. ബിക്കോസ് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് 5 ബസ്സാണ് നമ്മൾ കയറി ഇറങ്ങിയത്. 5 ബസ്സും ഒരു ബോട്ട്, ലാസ്റ്റ് ഒരു ഓട്ടോറിക്ഷ കയറി ഇവിടെ എത്തി. രാവിലെ 7:30 അവിടെ നിന്ന് കയറിയിട്ട് കൃത്യം 2 മണിയായപ്പോൾ നമ്മൾ വാഗമണിലെത്തി. ഒരു 2:20 ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ റിസോർട്ടിലും എത്തി. സോ ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. നമ്മുടെ ഡോറ് തുറക്കുമ്പോഴുള്ള ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലോട്ട് വരുമ്പോഴേക്കും ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഹിയർ ഇസ് ദ ബെഡ്, വാഷ്റൂം, ചെറിയൊരു കബോർഡ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബാൽക്കണി ഗൈസ്. Ta-da! Oh my god. നോക്ക് ഗൈസ്, നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. സോ ഇനി കുറച്ച് ഫുഡ് കഴിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ മര്യാദക്കൊന്ന് ഫുഡ് കഴിച്ചത് ഇന്നത് ഉച്ചയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ടയിൽ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. 1 മണിക്കൂറോളം അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ. അപ്പോൾ ഫുഡ് നമ്മൾ മേടിച്ച് ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ബിരിയാണി മേടിച്ചത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗായ്സ്, ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറി ജസ്റ്റ് ഒന്ന് ഒരുങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. അയ്യോ മോനി, ഇതായിരുന്നു എനിക്ക് വേണ്ടത്. എനിക്ക് ഇത്ര അതായിരുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്, ലൈക്ക് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഭിത്തി കാണണ്ട. എനിക്ക് എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന എൻ്റെ റൂമിൻ്റെ ഭിത്തി എനിക്ക് കാണണ്ട. എനിക്ക് നൈസ് വ്യൂ വേണം. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകൾ കാണണം. അതിന് വേണ്ടിയിട്ട് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലം നോക്കി തന്നെ ഞാൻ ബുക്ക് ചെയ്തത്. എൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് എടുത്താൽ ഈ വ്യൂ ആണ്. എൻ്റെ റൂമിൻ്റെ ബാൽക്കണി എടുത്താൽ ഇതിനേക്കാൾ അടിപൊളി വ്യൂ ഉണ്ട് അവിടെ. സോ ഹാപ്പി. എല്ലാം പെട്ടെന്ന് തീരുമാനിച്ച് പോകുന്ന പോക്കൊക്കെയാണ് കേട്ടോ. കാരണം ഓൾറെഡി കമ്പനിയിൽ നിന്ന് ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞായിരുന്നു 15-ാം തീയതി. അപ്പം ഞാൻ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഓക്കെ കമ്പനിയിൽ നിന്ന് പോകില്ലെന്ന് വിചാരിച്ച്. അപ്പോൾ കമ്പനിയിൽ നിന്ന് പോകുന്നില്ല എന്നറിഞ്ഞത് 13-ാം തീയതിയാണ്. പിന്നെ എല്ലാം പെട്ടെന്ന് ഞാൻ എയർബിആൻബിയിൽ നോക്കി പ്രോപ്പർട്ടി ഒക്കെ ബുക്ക് ചെയ്ത്, എയർബിആൻബിയിലല്ല ബുക്ക് ചെയ്തത്, എയർബിആൻബിയിൽ കണ്ട പ്രോപ്പർട്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, അങ്ങനെ എടുത്തു, വിളിച്ചു, അങ്ങനെ നേരെ പോന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവർ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. മെയിനായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇന്ന് ഈരാറ്റുപേട്ട നിൽക്കുമ്പോഴാണ് ഇവരെന്നെ തിരിച്ച് വിളിക്കണത്. കൺഫേം ആക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ, അവൈലബിലിറ്റി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലം വാഗമണിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റേ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. 2-3 ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എയർബിആൻബി തന്നെ. സോ അമ്മച്ചിയും മുരളിയമ്മച്ചും അവിടെ ഉണ്ട്. അവരിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി നല്ലതാണോ? നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് മേളിലുണ്ടെന്നല്ലേ.
അങ്ങനെ നമ്മൾ കുറേ നേരം പുറത്തൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഗൂഗിളിൽ കണ്ടപ്പോൾ തൊട്ട് ഈ ഊഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ കണ്ടപ്പോൾ വിചാരിച്ചു അവിടെ പോയിരുന്ന് ആ വ്യൂ കണ്ട് ഊഞ്ഞാലൊക്കെ കുറേ നേരം ആടണമെന്നുള്ളത്. സോ ഞാൻ കുറേ നേരം ഇങ്ങനെ ഊഞ്ഞാലിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അയവിറക്കത്തില്ലേ ഈ വർഷം നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചും അവിടെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഞാൻ നടന്ന്. പക്ഷെ നമുക്ക് കോട കിട്ടിയില്ല, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് ലെഫ്റ്റ് ഓഫ് ബീയിങ് 26 ഗൈസ്. അയ്യോ എനിക്ക് പ്രായമാകണ്ടോ? എനിക്ക് പ്രായമാകുന്നത് ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ 20s ഇരുന്നിരുന്നെങ്കിൽ. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് കുറച്ച് പാറ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ഈവനിങ് വോക്കിന് ഇറങ്ങിയതാണ് ഇവിടെ. അയ്യോ ഗൈസ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബാൽക്കണിയിൽ എൻ്റെ പില്ലറിൻ്റെ മുകളിൽ 2 കുഞ്ഞു കിളികൾ ഇങ്ങനെ നല്ല തണുത്ത കാറ്റുണ്ട്. ആ കാറ്റത്ത് ഇങ്ങനെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നല്ല കാറ്റ് ഇവിടെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എൻ്റെ ബർത്ത്ഡേക്ക്. ഇപ്പോൾ സമയം 9 മണിയായിട്ടോ. ശരിക്ക് തണുത്തിട്ട് പറയാൻ പറ്റില്ല. സോ ഗൈസ്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്, എൻ്റെ ബർത്ത്ഡേ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്, ഓക്കെ? ആൻഡ് till then, bye. It's 12 guys. Happy birthday to me. Happy birthday Ria. Yes, I'm 27.